നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാൻ പ്രത്യാക്രമണത്തിന് ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണെന്ന് എല്ലാ പ്രവാസികളും അറിഞ്ഞു കാണുമല്ലോ. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ പാകിസ്ഥാനിലെ വ്യോമ അതിർത്തി പൂർണ്ണമായും അടച്ചിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മാത്രമേ പാകിസ്ഥാന്റെ വ്യോമ മേഖലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നുള്ളൂ. എന്നാൽ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ നടപടിക്ക് പിന്നാലെ വ്യോമ അതിർത്തി പൂർണ്ണമായും അടച്ചിടുകയാണ് പാകിസ്ഥാൻ. സ്വന്തം സിവിലിയൻ വിമാനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വ്യോമ അതിർത്തി പൂർണ്ണമായും അടച്ചിടുന്നതായാണ് പ്രഖ്യാപനം. ചില ആവശ്യ സർവീസ് വിമാനങ്ങൾക്ക് മാത്രമേ പറക്കാൻ അനുമതിയുള്ളൂ എന്നാണ് റിപ്പോർട്ട്. അടുത്ത 48 മണിക്കൂർ നേരത്തേക്കാണ് പാകിസ്ഥാൻ വ്യോമമേഖല പൂർണ്ണമായും അടച്ചിടുന്നത്. ഇന്ത്യ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഒരു മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് ഈ നീക്കമെന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യക്കെതിരെ പ്രത്യാക്രമണം നടത്താൻ നീക്കമുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. എന്നാൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാൻ പാകിസ്ഥാൻ മുതിർന്നാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. സൈനിക ക്യാമ്പുകളോ സാധാരണക്കാരെയോ ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും ഭീകര പരിശീലന കേന്ദ്രങ്ങൾ മാത്രമാണ് പ്രിസിഷൻ അറ്റാക്കിലൂടെ തകർത്തത് എന്നുമാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനെതിരായ കനത്ത വ്യോമാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിൽ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വിമാനയാത്രികർക്ക് പ്രത്യേക അറിയിപ്പുമായി ഇൻഡിഗോ കമ്പനി നിലവിലുണ്ട്. മെയ് 10 വരെ രാജ്യത്തെ 11 ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഇൻഡിഗോ ഒഴിവാക്കി. അറിയിപ്പുമായി ഇൻഡിഗോ വന്നിട്ടുണ്ട്. ശ്രീനഗർ, ജമ്മു, അമൃത്സർ, ലേ, ചണ്ഡീഗഡ്, ധരംശാല, ബിക്കാനർ, ജോധ്പൂർ, ഗ്വാളിയോർ, കൃഷ്ണഗഡ്, രാജ്കോട്ട് എന്നീ വിമാനത്താവളത്തിലേക്കും അവിടെ നിന്നുമുള്ള വിമാന സർവീസുകളുമാണ് ഇൻഡിഗോ കമ്പനി റദ്ദാക്കിയത്. മെയ് 10 ഇന്ത്യൻ സമയം രാവിലെ 5:20 വരെ ഈ നിയന്ത്രണം തുടരുമെന്ന് ഇൻഡിഗോ എക്സ് പോസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട്. മറ്റു വിമാനത്താവളത്തിൽ നിയന്ത്രണങ്ങൾ വരുമോ എന്ന കാര്യം കമ്പനി തുടർ മണിക്കൂറുകളിൽ അറിയിക്കും. വ്യോമ മേഖലയിലെ നിയന്ത്രണങ്ങളും സുരക്ഷയും ഇൻഡിഗോ നിരീക്ഷിച്ചു വരികയാണ്. യാത്രയ്ക്കായി വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടും മുമ്പ് വിമാനങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് ഇൻഡിഗോ യാത്രക്കാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പ്രതികൂല സാഹചര്യത്തിൽ യാത്രക്കാർ കാണിക്കുന്ന സഹകരണത്തിന് ഇൻഡിഗോ നന്ദിയും എക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായി 9 പാക് ഭീകര കേന്ദ്രങ്ങൾ പുലർച്ചെ ഇന്ത്യ കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു. ഇതിൽ ഈ വ്യോമ ഗതാഗതത്തിന് ഏവിയേഷൻ മന്ത്രാലയം രാജ്യത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലെ പല വിമാനത്താവളങ്ങളും അടിച്ചിടാൻ കേന്ദ്ര സർക്കാർ രാവിലെ തന്നെ നിർദ്ദേശം നൽകി. വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് പിന്നാലെ എയർ ഇന്ത്യയും സ്പേസ് ജെറ്റും റദ്ദാക്കിയ വിമാന സർവീസുകളെക്കുറിച്ച് അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്.